ഇതുപോലെ കിണറ്റിൽ കാണാറുണ്ടോ? ഒരു ഓയിലി ടെക്സ്ചർ അല്ലെങ്കിൽ തിളങ്ങുന്ന പോലെ ഒരു ഗിൽറ്റി ഫീൽ കിണറ്റിലുണ്ടാവുന്നുണ്ടോ? നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ബ്ലേസ്, ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റാണ്. നമ്മുടെ ചാനൽ H2O വാട്ടർ സ്കൂൾ വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് വാട്ടർ ഫിൽട്രേഷനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് വീഡിയോസിൻ്റെ താഴെ നമ്പർ കാണിക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് വാട്ടർ എന്നാണ് മെസ്സേജ് അയക്കേണ്ടത്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷൻ വഴി നിങ്ങളുടെ സംശയം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒരു എണ്ണമെഴുക്ക് പോലെ ഇതുപോലെ നമ്മുടെ കിണറ്റിൽ കാണുന്നുണ്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പാടത്താണ്. ഞാൻ ഈ ടെക്സ്ചർ ഏറ്റവും കൂടുതൽ കാണുക പാടത്താണ്. പക്ഷേ പാടത്തിനോടനുബന്ധിച്ച വീടുകളിലും ഈ പ്രശ്നം കാണിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാടത്ത് വന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം പാടത്ത് തീർച്ചയായിട്ടും ഇത് ഒരു ഭൂരിഭാഗം ഒരു 95% പാടങ്ങളിലും ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കിട്ടും. അതിനുള്ള കാരണം ഇതാണ്. വെള്ളത്തിൽ അയണിൻ്റെ അംശം കൂടുമ്പോൾ അയൺ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഒരു ബാക്ടീരിയ ജനറേറ്റ് ചെയ്യും. ആ ബാക്ടീരിയയാണ് ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ കാണുന്നത്. അത് തന്നെയാണ് നമ്മുടെ കിണറ്റിലും കാണുന്നത്. അതായത് വെള്ളത്തിൽ ഇരുമ്പിൻ്റെ അംശം പരിധിക്ക് കൂടുതൽ വരുമ്പോൾ അത് കൺസപ്ഷന് വേണ്ടി അത് തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയകളുടെ ഗ്രോത്ത് കൂടും. അതൊരു പാട പോലെ ഒരു ഓയിലി ടെക്സ്ചറിൽ നമ്മുടെ കിണറിൻ്റെ മുകളിൽ കാണും. അതാണ് ആ തിളങ്ങുന്ന ഒരു ഗിൽറ്റി ഫീലിംഗ് നമുക്ക് കിണറിൻ്റെ മുകളിൽ കാണുന്നത്. ചിലർ പെട്രോൾ ഒഴിച്ചതാണോ എന്നൊക്കെ ചോദിക്കും. അടുത്ത വീട്ടിലെ ആളുകൾ പെട്രോൾ ഒഴിച്ചോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ എന്തെങ്കിലും കൊണ്ട് കലക്കിയതാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതല്ല പ്രശ്നം. വെള്ളത്തിൽ ഇരുമ്പിൻ്റെ അംശത്തിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ തിളങ്ങുന്ന അല്ലെങ്കിൽ ഈ ഓയിലി ടെക്സ്ചർ നമുക്ക് തരുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വെള്ളം 1 ലിറ്റർ എടുത്തിട്ട് ലാബിൽ കൊടുത്തിട്ട് പരിശോധിച്ച് അയണിൻ്റെ അളവ് നമ്മൾ രേഖപ്പെടുത്തുക. എത്രയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. അയൺ നമ്മുടെ വെള്ളത്തിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഹെയർ ലോസ്, മുടി കൊഴിച്ചിൽ കാണും, സ്കിൻ അലർജി കാണും. ഒരുപാട് അയണിൻ്റെ അളവ് 2 ppm മുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗണിൻ്റെ പ്രവർത്തനങ്ങൾ, ഇന്ത്യൻ ഓർഗണിൻ്റെ പ്രവർത്തനങ്ങളെ ഒക്കെ നമ്മളിത് ബാധിക്കും. ഒപ്പം തന്നെ വെള്ളത്തിൻ്റെ പൊട്ട സ്മെല്ല്, ഇറിറ്റേറ്റിംഗ് സ്മെല്ല് ക്രിയേറ്റ് ചെയ്യും. വെള്ളം ചൊറിച്ചിൽ അനുഭവപ്പെടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇരുമ്പിൻ്റെ അംശങ്ങൾ കൊണ്ടുണ്ടാകും. അപ്പോൾ പാടത്തിനോടനുബന്ധിച്ച സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് ഇത് കാണാറ്. അത് വിചാരിച്ചിട്ട് നമ്മുടെ മറ്റ് സ്ഥലങ്ങളിൽ കാണില്ല എന്നർത്ഥമില്ല. അയണിൻ്റെ അളവ് കൂടുന്തോറും ഇങ്ങനെ കാണാനുള്ള സാധ്യതകളുടെ അളവ് കൂടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയണിൻ്റെ സാന്നിധ്യത്തിനാണ് സൂചിപ്പിക്കുന്നത്. അന്ന് വിചാരിച്ച് നമ്മൾ ഇത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ കാണിക്കാനുള്ള കാരണം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് മാത്രം ഉറപ്പുവരുത്തുക അയണിൻ്റെ പ്രശ്നം തന്നെയാണെന്നുള്ളത്. അയണിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മാറ്റാനുള്ള വെസൽ ഫിൽട്രേഷനുകളുണ്ട്, വാട്ടർ പ്യൂരിഫയറുകൾ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഇതിൻ്റെ അളവ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോക്ക് ക്ലോറിനേഷൻ, അതായത് സാധാരണ ക്ലോറിൻ്റെ അളവിനേക്കാളും കൂട്ടി ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗിൽറ്റി ഫീലിംഗ് നിങ്ങൾക്ക് പോകുന്നതായിട്ട് കാണാം. അതായത് സാധാരണ 1000 ലിറ്ററിലേക്ക് 2.5 ഗ്രാമാണ് ബ്ലീച്ചിങ് പൗഡർ അളവ്. അതൊരു 5 ഗ്രാമോളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഗിൽറ്റി അല്ലെങ്കിൽ ഓയിൽ ടെക്സ്ചർ നമുക്ക് പോകുന്നതായിട്ട് കാണാം. കാരണം ഈ ബാക്ടീരിയ നശിച്ചു പോകണം. അതായത് ബ്ലീച്ചിങ് പൗഡർ സാന്നിധ്യത്തിൽ ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത് സ്റ്റെറൈലാവും അല്ലെങ്കിൽ ഡീഗ്രേഡ് ആയി പോകും ബാക്ടീരിയ. അങ്ങനെ നമുക്ക് ഈ ടെക്സ്ചർ റിമൂവ് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇതിനുള്ള സൊല്യൂഷൻ അല്ല. ഈ ഗിൽറ്റി ഫീലിംഗ് പെട്ടെന്ന് പോകാനുള്ള ഒരു എളുപ്പമാർഗ്ഗം മാത്രമാണ് അത്. എന്നിരുന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അത് റിമൂവ് ചെയ്യാനുള്ള ഫിൽട്രേഷൻ സംവിധാനങ്ങളിലേക്ക് തന്നെ കടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവരും ക്ലാരിഫൈ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹർക്ക് നമ്മുടെ താഴെ നമ്മുടെ കൺസൾട്ടൻസി നമ്പർ കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് വാട്ടർ എന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് ഞാൻ തിരിച്ചു വിളിക്കും. ഇതൊരു ഫ്രീ നമ്പറല്ല, പേയ്മെൻ്റ് ഉണ്ട്. കൺസൾട്ടേഷൻ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ തിരിച്ചു വിളിക്കുക. സൗജന്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് സെക്ഷൻ വഴി കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ സംശയം ദൂരീകരിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഓക്കെ.